ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ശിവരാത്രിയുടെ ഭാഗമായിട്ട് അടുത്തുള്ള അമ്പലത്തിൽ ആഘോഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ ചെന്ന് കണ്ടത് ഒലക്ക കൊണ്ടുള്ള ഡാൻസാണ്. ചേച്ചിമാർ ഒലക്ക വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളത് കുറച്ച് ശിങ്കാരിമേളൊക്കെ കണ്ടു. അപ്പോൾ നല്ല അടിപൊളി ശിങ്കാരിമേളായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കണം. അപ്പോൾ ഞങ്ങൾ പോയത് വേറെ എവിടേക്കല്ല, ചാവക്കാട് തന്നെ ബീച്ച് റോഡിലുള്ള ശ്രീ നാഗേക്ഷി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഞാനും അമ്മയും ഉണ്ണിയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ നോക്കി. നല്ല സ്ഥലം ഒക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ സന്ധ്യ സമയത്തായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അവിടെ മരങ്ങളും കുറേ ഇങ്ങനെ കാവ് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നിന്നിങ്ങനെ നോക്കുന്നു. അമ്പലത്തിൽ തൊഴാനല്ല ശരിക്കും ഞാൻ പോയത്. അമ്മയും ഉണ്ണിയൊക്കെ തൊഴുതു. ഞാൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. കണ്ടില്ലേ, മതിൽമിക്ക നാഗങ്ങളുടെ പ്രതിമകളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ വള്ളികളൊക്കെ തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ അമ്പലത്തിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷേ ആൾക്കാരും ലൈറ്റൊക്കെ ഉള്ള കാരണം അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇതേ കണ്ട കാഴ്ച ഇതാണ്. ഗംഭീര കളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല സുന്ദരികളായ മദാംസ് വന്ന് നിന്ന് കളിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ശരിക്കും കൊതിയായിപ്പോയി. കാരണം അവർ കളിക്കണ കണ്ടപ്പോൾ എന്ത് നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് കളിക്കുന്നത്. ഭയങ്കര ഉള്ളു തന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കളിച്ചിരുന്നത് അവർ കേട്ടോ. അവരാണ് ശരിക്കും അടിച്ചു പൊളിച്ചത്. എനിക്കും കണ്ടപ്പോൾ കളിക്കാനൊക്കെ തോന്നി. പക്ഷെ എൻ്റെ മകൻ എൻ്റെ ഒക്കത്തായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഇതൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. കുറച്ച് നേരം അവനെ നിലത്ത് നിർത്തി പിന്നെ വീഡിയോസ് എടുക്കാൻ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നോട്ട് ഇവരെ മുഖത്തേക്കിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഈ എന്താ പറയുക, ശിങ്കാരിമേളത്തിൻ്റെ ഈ താളത്തിനനുസരിച്ച് അവർ സ്റ്റെപ്പ് ഇട്ടായിരുന്നു കേട്ടോ. അതിശയം തോന്നി ശരിക്കും കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധ ഇവരെ മുഖത്തേക്കായിരുന്നു കേട്ടോ. അവർ കളിക്കുന്നതൊക്കെ നോക്കി അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എല്ലാവരും നിന്ന് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇരുട്ടാവും തോറും മേളം ഇങ്ങനെ മുറുകി ഇങ്ങനെ വന്നേക്കായിരുന്നു. അത് കഴിഞ്ഞ് മോന് ഐസ്ക്രീം കഴിക്കണം പറഞ്ഞപ്പോൾ അവന് മാംഗോ ബാർ വാങ്ങി കൊടുത്തു. അപ്പോൾ ഇപ്രാവശ്യം വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗ്രോ ബാഗ് വാങ്ങാനായിട്ട് പോയിട്ടാ. അവിടെ പിന്നെ ചെടിക്കുള്ള ഇടുന്ന വളമൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ കിളികളൊക്കെ നോക്കി നിന്ന് അവിടുന്ന് പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഇതാണ് അവസ്ഥ. എൻ്റെ മോൻ ആകെ കൂടി ആവശ്യപ്പെട്ടത് ആ സംഭവം അതാണ് വാങ്ങിയേക്കുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യണത് കത്തിയും ബോർഡും ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് വാങ്ങി. അപ്പോൾ അത് എനിക്ക് കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്ക് ഇത് തരുമോ, ഈ ഫ്രൂട്ട് തരുമോ, ആ ഫ്രൂട്ട് തരുമോ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ വായിൽ വെച്ച് തരാം. അപ്പോൾ ഞാനത് കഴിക്കണ പോലെ അഭിനയിക്കുക. അപ്പോൾ അത് നോക്കിയിരുന്ന് ചിരിക്കുക, അതായിരുന്നു. അപ്പോൾ നിലത്ത് വീണ പകുതി കഷ്ണം നിലത്ത് വീണതൊക്കെ എനിക്ക് വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ അതൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ ചമ്മി നിൽക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.